അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം എന്താ ചോദിച്ചേക്കുന്നത്? എ ബലൂൺ വിച്ച് ഓൾവേസ് റിമെയിൻസ് സ്പെറിക്കൽ ഹാസ് എ വേരിയബിൾ ഡയമീറ്റർ 3/2 into 2h plus 1. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് വോളിയം വിത്ത് റെസ്പെക്ട് ടു എച്ച്. കണ്ടോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു എച്ച് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താ? dv/dr ആ കണ്ടുപിടിക്കാനുള്ളത്. ആന്നേ വിച്ച് ഈസ് ഈക്വൽ ടു d/dr ഓഫ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയറിന്റെ വോളിയം എന്താ? 4/3πr³ നമുക്ക് റേഡിയസ് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ എത്ര തന്നിരിക്കുന്നത്? 3/2 into 2h plus 1. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്ര എന്ന് പറ? ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്ര? റേഡിയസ് r ഈസ് ഈക്വൽ ടു ഡയമീറ്ററിന്റെ പകുതി എടുത്താൽ പോരെ റേഡിയസ്. സോ എന്ത് കിട്ടും? 1/2 ഈ ഡിയുടെ പകുതി, അതായത് 3/4 into 2h plus 1 ആണേ. 3/2ന്റെ പകുതി എടുത്ത് അല്ലെങ്കിൽ 3/2 into 2h plus 1 നേരെ പകുതി ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 3/4 into 2h plus 1 എന്ന് കിട്ടും, അല്ലയോ? പകുതി എടുക്കുമ്പോൾ എന്തോ കിട്ടും? into 2 കൂടെ വരും. സോ എന്ത് ചെയ്യും? ആ 2 ഉം 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ആവും. ഓക്കെ ആണേ? ഓക്കെ. സോ റേഡിയസ് കിട്ടി. ഇനി നമുക്ക് വോളിയം അറിയാം. വോളിയം എന്ന് പറഞ്ഞാൽ എത്ര? 4/3 into π into r³ അല്ലയോ? r കിട്ടി, r-ന്റെ ക്യൂബ്, അതായത് 3³/4³ into 2h plus 1 the whole cube. ഓക്കെ, 3/4 r³ എന്ന് പറയുമ്പോൾ എന്താ? r³ എന്ന് പറയുമ്പോൾ ഇതിനെ മൊത്തത്തിൽ എന്ത് ചെയ്യണം? ക്യൂബ് ചെയ്യണം. ഓക്കെ, ഇതിനെ മൊത്തത്തിൽ ക്യൂബ് ചെയ്യുക. 3യുടെ ക്യൂബ് 3³, 4ന്റെ ക്യൂബ് 4³, 2h plus 1ന്റെ ക്യൂബ് 2h plus 1 the whole cube. ഓക്കെ, ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക്. ഒരു 4ഉം ഒരു 4³ നിന്ന് ഒരു 4ഉം ക്യാൻസൽ ചെയ്യാം, ഒരു 3ഉം 3³ നിന്ന് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇത് മേളിൽ 3² ആവും, ഇത് 4² ആവും. സോ ആൻസർ എന്ത് കിട്ടും? വോളിയം എന്ത് കിട്ടും? π into 3² എത്ര? 9 ഡിവൈഡഡ് ബൈ 4² എത്ര? 16 into 2h plus 1 the whole cube. ഓക്കെ അതെ. ഓക്കെ, സോ വോളിയത്തിന് പകരം അത് കൊടുക്കാം. നമുക്ക് വോളിയത്തിന് പകരം അത് കൊടുക്കാം. 9π/16 into 2h plus 1 the whole cube. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 9π/16 നമുക്ക് എന്ത് ചെയ്യാമെങ്കിൽ കോമൺ ആയിട്ട് വെളിയിൽ എടുക്കാം. ഇൻറ്റു d/dr ഓഫ് 2h plus 1 the whole cube. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എക്സിലാ ചെയ്യാനുള്ളത് അല്ലേ? സോറി, വിത്ത് റെസ്പെക്ട് ടു എക്സിലാ, dv/dx ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാ. dv/dx. ഓക്കെ ആണേ? ഓക്കെ, so d/dx of 2h plus 1 the whole cube which is equal to 9π/16 into derivative അതാണ് 2h plus 1 the whole cube ന്റെ ഡെറിവേറ്റീവ് എടുക്കണം വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇത് ഒത്തിരി വട്ടം പഠിച്ചതാ അല്ലയോ? കഴിഞ്ഞ ചാപ്റ്ററിൽ മൊത്തവും ഫംഗ്ഷൻസിനെ ഡെറിവേറ്റ് ചെയ്യാൻ പഠിച്ചതാ. ഈ ഫംഗ്ഷനെയൊക്കെ ഡെറിവേറ്റ് ചെയ്യാൻ നമുക്ക് അടിപൊളിയായിട്ട് അറിയാം. നമ്മൾ എന്ത് ചെയ്യും? ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് കിടക്കുക, കോമ്പോസിറ്റ് ഫംഗ്ഷനാ. ഞാൻ ഈ 2h plus 1 മൊത്തത്തിൽ എന്ത് ചെയ്യും? ഒരു ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. സോ അതിന്റെ ക്യൂബ് അല്ലേ? സോ 2h plus 1 the whole cube. ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്താ? 3 into 2h plus 1 the whole square എന്ന് വരും അല്ലേ? ഇതിനെ മൊത്തത്തിൽ ഞാൻ h ആയിട്ട് അങ്ങ് വിചാരിക്കും. h³ ന്റെ ഡെറിവേറ്റീവ് എന്താ? 3h². ഓക്കെ, പക്ഷെ നമുക്കറിയാം ഇത് h ആയിരുന്നോ? അല്ല, ഇതെന്താ? 2h plus 1 ആ. സോ എന്ത് ചെയ്യണം? 2h plus 1ന്റെ ഡെറിവേറ്റീവും കൂടെ എടുക്കണം. 2h plus 1ന്റെ ഡെറിവേറ്റീവ് എന്താ? 2. 2h plus 1ന്റെ ഡെറിവേറ്റീവ് എന്താ? d/dx ഓഫ് 2h plus 1. അതിന്റെ ഡെറിവേറ്റീവ് എന്താ? 2 ആണ്. സോ അതുകൂടെ ചെയ്യണം. നമ്മുടെ ചെയിൻ റൂൾ തന്നെ. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ വരുമ്പോഴും നമ്മൾ എന്ത് തന്നെ ഉപയോഗിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അവിടെ അപ്ലൈ ചെയ്യുന്നത് ചെയിൻ റൂൾ തന്നെ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാ? പഠിച്ചിട്ടുള്ളതാ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്നുകൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു തരാം. എന്താ നോക്കിയാൽ ഇവിടെ 2h plus 1 the whole cube എന്നാണ് വന്നിരിക്കുന്നത് ഫംഗ്ഷൻ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 2h plus 1നെ എന്ത് ചെയ്യും? ഒരു h ആയിട്ട്, ഒരു ഒറ്റ ടേം ആയിട്ട് അങ്ങ് വിചാരിക്കും. അപ്പോൾ ഒരു ഒറ്റ ടൈം h³ ന്റെ ഡെറിവേറ്റീവ് എന്താ? 3h². റൈറ്റ്സിന് പകരം വന്നത് എന്തായിരുന്നു? 2h plus 1 ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു എന്ത് ചെയ്യണം? 2h plus 1ന്റെയും കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ ആണേ? ഓക്കെ, ഫോർ വേറൊരു എക്സാമ്പിൾ പറയാം. sin h² ന്റെ ഡെറിവേറ്റീവ് എന്താ? sin x ന്റെ ഡെറിവേറ്റീവ് എന്താ? cos x.
സോ സൈൻ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു എന്ത് ചെയ്യണം? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കൂടെ എടുക്കണം. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആയിരുന്നെങ്കിൽ കോസ് എക്സ് കൊണ്ട് ആൻസർ തീർന്നേനെ. പക്ഷെ സൈൻ എക്സ് സ്ക്വയർ, സോ നമ്മൾ എന്ത് ചെയ്യണം? ഇനി എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവും കൂടെ എടുക്കണം. അത് എത്ര? 2x. സോ ഇതായിരിക്കും ആൻസർ. നമ്മൾ ചെയ്തിട്ടുള്ളതല്ലയോ കുറേ പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്തതാ? ഇതേപോലെ ചെയ്താൽ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. സോ ആൻസർ എന്തായി? ആൻസർ എന്തായി? ആൻസർ എന്തായി? ടൂവും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലോ. ക്യാൻസൽ ചെയ്യാം. 2ഉം 16ഉം ക്യാൻസൽ ചെയ്ത് 18 ആക്കാം. 9ഉം 18ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. 2 ആക്കാം. സോ നമുക്ക് എന്ത് കിട്ടി? 3π/2 ഇൻറ്റു 2x + 1 ദ ഹോൾ സ്ക്വയർ എന്ന് ആൻസർ കിട്ടി. ഓക്കെ ആണേ? ഓക്കെ. സോ വോളിയം ചേഞ്ച് ചെയ്യുന്ന റേറ്റ് നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. വിത്ത് റെസ്പെക്ട് ടു എക്സിലുള്ള വോളിയം ചേഞ്ചിന്റെ റേറ്റ് നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. നോക്കിയാക്കളെ, ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? എ സാൻഡ് ഈസ് പോറിംഗ് ഫ്രം എ പൈപ്പ് അറ്റ് ദ റേറ്റ് ഓഫ് 12 cm/s. അപ്പൊ കുറെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. ആ പൈപ്പിൽ നിന്ന് എന്ത് ചെയ്യുക? പൈപ്പിൽ നിന്ന് ഇങ്ങനെ മണ്ണ് വീണുകൊണ്ടിരിക്കുക. പൈപ്പിൽ നിന്ന് എന്ത് ചെയ്യുക? മണ്ണ് വീണുകൊണ്ടിരിക്കുക. അത് എത്ര വോളിയം മണ്ണ് വീഴുന്നുണ്ട്? 12 cm3/s. അതായത് ഒരു സെക്കൻഡിൽ 12 cm3 വെച്ചിട്ട് മണ്ണ് എന്ത് ചെയ്യുന്നുണ്ട്? വീഴുന്നുണ്ട്. ഒരു പൈപ്പിൽ നിന്ന് മണ്ണ് വീഴുന്നുണ്ട്. ഇനി ഈ മണ്ണ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ മണ്ണ് ഇങ്ങനെ തറയിൽ വീണിട്ട് ആ മണ്ണ് എന്തോ ആവുന്നുണ്ട്? ആ മണ്ണ് ഒരു കോൺ ഷേപ്പിലാവുന്നുണ്ട്. ആ മണ്ണ് വീണിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോൺ ഷേപ്പിലാവുന്നുണ്ട്. നമുക്കറിയാലോ മണ്ണ് നമ്മളിങ്ങനെ ഒരു ചട്ടയില കാണുമ്പോൾ ഒരു മണ്ണ് ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺ പോലെ ആവും അല്ലേ? നമ്മൾ ബീച്ചിലൊക്കെ പോയി കളിക്കാറില്ലേ? കയ്യിലൊക്കെ മണ്ണ് വാരിയിട്ട് ഇങ്ങനെ ഒരു കോൺ ഉണ്ടാക്കി കളിക്കാറില്ലേ? അതുപോലെ മണ്ണ് വീഴുന്നുണ്ട്. മണ്ണ് വീഴുമ്പോൾ എന്തോ ഉണ്ടാവുന്നുണ്ട്? ഒരു കോൺ ഉണ്ടാവുന്നുണ്ട്. ഇനി പറഞ്ഞിട്ടുണ്ട് ഈ കോൺ ഉണ്ടാവുമ്പോൾ എപ്പോഴും കോണിനൊരു പ്രത്യേകതയുണ്ട്. എന്താ ആ പ്രത്യേകത പറഞ്ഞേക്കുന്നേ? ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ് ആൾവേസ് 1/6 ഓഫ് ദ റേഡിയസ് ഓഫ് ഇറ്റ്സ് ബേസ്. അതായത് ഈ ബേസിന് എന്താ കാണും? ഒരു റേഡിയസ് കാണുമല്ലോ. കോണിന്റെ ബേസിന് എന്ത് കാണും? ഒരു റേഡിയസ് കാണും. കോണിന് എന്ത് കാണും? ഒരു ഹൈറ്റും കാണും. ഇത് എങ്ങനെയാന്നാ പറഞ്ഞേക്കുന്നത്? ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ്, ഈ ഹൈറ്റ് ഓഫ് ദ കോൺ h ഈസ് ഈക്വൽ ടു 1/6 ഓഫ് ദ റേഡിയസ് ഓഫ് ദ ബേസ്. അതായത് റേഡിയസിന്റെ എത്ര ആണ്? 1/6 ആണ്. h ഈസ് ഈക്വൽ ടു എപ്പോഴും എന്തായിരിക്കും? 1/6 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക, മണ്ണിങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഹൈറ്റ് എന്ത് ചെയ്യും? കൂടും. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ആരും മാറും? റേഡിയസും എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. കാരണം മണ്ണെല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ അടിഞ്ഞിരിക്കുവാന്നോ? അല്ല, മണ്ണിങ്ങനെ വീണ് ഇങ്ങനെ വീണ് ഇങ്ങനെ വീണ് ഇങ്ങനെ വീണ് ബേസും എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. സോ ആ ബേസും ഹൈറ്റും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഹൈറ്റ് എപ്പോഴും എന്തായിരിക്കും? 1/6 ഓഫ് ദ റേഡിയസ് ആയിരിക്കും. അതായത് റേഡിയസിന്റെ 1/6 ആയിരിക്കും എന്തോന്ന്? ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു റിലേഷനും ഉണ്ട്. ഇനി നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താ? കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് എന്താ? ഹൗ ഫാസ്റ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ ഇൻക്രീസിങ് വെൻ ദ ഹൈറ്റ് ഈസ് 4 cm. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതാ കണ്ടുപിടിക്കേണ്ടത്. ഹൗ ഫാസ്റ്റ് ഈസ് ദ ഹൈറ്റ്, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? dh/dt കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഓഫ് ദ കോൺ വിത്ത് ഫാസ്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ വിത്ത് റെസ്പെക്ട് എന്താ? ടൈം ആ ചോദിച്ചേക്കുന്നത്. സോ ഹൗ ഫാസ്റ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ സാൻഡ് കോൺ dh/dt at h is equal to 4. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ ആണേ? ഓക്കെ. സോ നമുക്ക് ഇത് കണ്ടുപിടിക്കണം. നമുക്ക് എന്താ ഇൻഫർമേഷൻ തന്നേക്കുന്നത്? കോണിനകത്ത് വീഴുന്ന വോളിയം തന്നിട്ടുണ്ട്. കോണിന്റെ വോളിയം തന്നിട്ടുണ്ട്. അതായത് എത്ര cm3/s ആണോ വീഴുന്നത്, അത് ആ മണ്ണല്ല എന്തായിട്ട് മാറുക? കോണായിക്കൊണ്ട് ഇരിക്കുക. സോ കോണിന്റെ വോളിയം ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഇടേ മക്കളെ, ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മളില്ല ബലൂൺ ഊതിർപ്പിക്കുന്ന ക്ലാസ് എക്സാമ്പിൾ പറഞ്ഞില്ലായിരുന്നോ? ഇല്ല ബലൂൺ ഊതിർപ്പിക്കുന്ന എക്സാമ്പിൾ പറഞ്ഞില്ലായിരുന്നോ? ബലൂണിന്റെ വോളിയം എത്രത്തോളം ചേഞ്ച് ചെയ്യുന്നല്ല പറഞ്ഞത്. പകരം എന്താ പറഞ്ഞത്? ബലൂണിനകത്തോട്ട് എത്രയും കാറ്റ് കയറുന്നെന്നാ പറഞ്ഞത്. അപ്പൊ ബലൂണിനകത്തോട്ട് എത്ര വോളിയം കാറ്റ് കയറുന്നു അത്രയും വോളിയം എന്ത് ചെയ്യും? ബലൂൺ വലുതാവും. ഇവിടെ അതേപോലെ തന്നെ കോണിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു എന്ന് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. പക്ഷെ പകരം എന്താ പറഞ്ഞത്? ഞാൻ കോൺ ഉണ്ടാക്കാനായിട്ട് എത്ര വോളിയം മണ്ണിടുന്നുണ്ട്? 12 cm3/s മണ്ണിടുന്നുണ്ട്. അതിനർത്ഥം എന്താ? കോണിന്റെ വോളിയം ഒരു സെക്കൻഡിൽ എത്ര വെച്ച് കൂടിക്കൊണ്ടിരിക്കുക? 12 cm3. അതായത് കോണിന്റെ വോളിയത്തിന്റെ ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് തന്നിട്ടുണ്ട്. ആണ്. അതായത് നമുക്ക് തന്നേക്കുന്ന ഇൻഫർമേഷൻ എന്താ? ചേഞ്ച് ഇൻ വോളിയം ഓഫ് കോൺ വിത്ത് റെസ്പെക്ട് ടു ടൈം. കണ്ടോ? എത്ര മണ്ണ് വീഴുന്നു അത്രയും മണ്ണായിരിക്കും എന്തോന്ന്? കോണായിട്ട് മാറുന്നത്. അതായത് എത്ര മണ്ണ് വീഴുന്നു എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അത് ശരിക്കും എന്ത് തന്നെയാ? കോണിന്റെ വോളിയത്തിന്റെ ചേഞ്ച് ആണ് എന്ത് ചെയ്തേക്കുന്നത്? നമുക്ക് തന്നേക്കുന്നത്. നമ്മുടെ ആ ബലൂൺ ഊതിവീർപ്പിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ എക്സാമ്പിൾ. ബലൂണിന്റെ വോളിയം ചേഞ്ച് ചെയ്യുന്നു എന്ന് ഡയറക്റ്റ് പറയത്തില്ല അവര്. പകരം എന്ത് പറയും? ബലൂണിനകത്തോട്ട് ഇത്രയും വോളിയം കാറ്റ് കയറ്റും എന്ന് പറയും.
ഇവിടെ അതേപോലെ തന്നെ കോണിന്റെ വോളിയം ചേഞ്ച് ചെയ്യുന്നു എന്ന് ഡയറക്റ്റ് പറയത്തില്ല. പക്ഷെ കോൺ ഉണ്ടാക്കാനായിട്ട് ഇത്രയും മണ്ണ് അല്ലെങ്കിൽ ഇത്രയും വോളിയം മണ്ണ് എന്ത് ചെയ്യുന്നുണ്ട്, ഇടുന്നുണ്ടെന്നേ പറയത്തുള്ളൂ. ഓക്കെ ആണേ? ഓക്കെ. സോ ഡി വി ബൈ ഡി ടി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. എത്ര അത്? 12 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി എച്ച് ബൈ ഡി ടി. എങ്ങനെ ചെയ്യും? നമുക്ക് തന്നേക്കുന്നത് ആദ്യം എന്തായാലും എഴുതാം. ഡി വി ബൈ ഡി ടി, ഡി ബൈ ഡി ടി ഓഫ് വോളിയം ഓഫ് കോൺ. ഇനി അടുത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമുക്ക് സ്ഫിയറിന്റെ വോളിയം അറിയാം, അതേപോലെ നമ്മൾക്ക് ക്യൂബിന്റെ വോളിയം നമ്മൾ കണ്ടു, റെക്ടാങ്കിളിന്റെ വോളിയം നമുക്കറിയാം അല്ലേ. കോണിന്റെ വോളിയം എന്താ? കോണിന്റെ വോളിയം എന്താ? ഇത്രയേ ഉള്ളൂ. ഒരു സിലിണ്ടറിന്റെ വോളിയം എന്താ? ഇതും കൂടെ അറിഞ്ഞിരുന്നു. സിലിണ്ടറിന്റെ വോളിയം എന്താ? അതാ നോക്കിയാൽ ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണല്ലോ. ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണല്ലോ വോളിയം. അതായത് ഏരിയ എത്ര? പൈ ആർ സ്ക്വയർ. സിലിണ്ടറിന്റെ ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? പൈ ആർ സ്ക്വയർ അല്ലയോടാ ഏരിയ. പൈ ആർ സ്ക്വയർ ഇൻറ്റു സിലിണ്ടറിന്റെ എച്ച് ഹൈറ്റ് ആണെന്ന് വിചാരിക്കുക. സോ സിലിണ്ടറിന്റെ വോളിയം എന്താ? സിലിണ്ടറിന്റെ വോളിയം പൈ ആർ സ്ക്വയർ എച്ച്. ഓക്കെ. ഈ സിലിണ്ടറിനകത്ത് ഒരു 3 കോണുണ്ടെന്ന് വിചാരിക്കുക. കോൺ എന്ന് പറയുമ്പോൾ ഈ സിലിണ്ടറിനെ ഇങ്ങനെ ആക്കിയെന്ന് വിചാരിക്കുക. കോണിന്റെ വോളിയം എത്ര? 1/3 പൈ ആർ സ്ക്വയർ എച്ച്. 1/3 പൈ ആർ സ്ക്വയർ എച്ച്. 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഓക്കെ ആണ്. സോ കോണിന്റെ വോളിയം പഠിച്ചു വെച്ചേക്കാം. 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഓക്കെ ആണേ? ഓക്കെ. അപ്പൊ നമുക്കത് ഇവിടെ അപ്ലൈ ചെയ്യാം. വോളിയത്തിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഇവിടം വരെ എല്ലാം ഓക്കെ. ഇനി താണ്ട 1/3 പൈ എന്ത് ചെയ്യാം? ഇനി കോമൺ എടുക്കാം. ഇത് എത്ര തന്നിട്ടുണ്ട്? 12 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് കോമൺ എടുക്കാം. കോമൺ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പൈ ബൈ 3 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. ആർ സ്ക്വയർ ഇൻറ്റു എച്ച് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡി എച്ച് ബൈ ഡി ടി നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആറിനെ നമുക്ക് എന്ത് ചെയ്യാം? എച്ചിന്റെ ടേംസിലോട്ടാക്കാം. ആറിനെ നമുക്ക് എന്ത് ചെയ്യാം? എച്ചിന്റെ ടേംസിലോട്ടാക്കാം. ആറിനെ എച്ചിന്റെ ടേംസിലോട്ടാക്കുന്നത് എങ്ങനെയാ? ആർ ഈസ് ഈക്വൽ ടു എന്താ? ഇവിടുന്ന് തന്നെ കിട്ടും. ആർ ഈസ് ഈക്വൽ ടു എന്താ? ആർ ഈസ് ഈക്വൽ ടു 6h. ആർ ഈസ് ഈക്വൽ ടു എന്താ? 6h. സോ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു നോക്കിക്കോ, പൈ ബൈ 3 ഇങ്ങ് വെളിയിൽ എഴുതി. ആർ സ്ക്വയറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ആർ സ്ക്വയറിന് പകരം 6hന്റെ സ്ക്വയർ, അതായത് 36h സ്ക്വയർ അല്ലേ? 36h സ്ക്വയർ ഇൻറ്റു എന്തുകൊണ്ട്? എച്ച് ഉണ്ട്. ഇൻറ്റു എന്തുകൊണ്ട്? എച്ച് ഉണ്ട്. ഓക്കെ ആണോ? പൈ ബൈ 3 പുറത്തെഴുതി. ആർ സ്ക്വയറിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? ആർ എന്ന് പറഞ്ഞാൽ 6h. ആർ സ്ക്വയറിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? 36h സ്ക്വയർ എന്ന് കൊടുത്തു അല്ലേ? 36h സ്ക്വയർ ഇൻറ്റു എച്ച് ഉണ്ടായിരുന്നു. ഓക്കെ ആണേ? ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ എത്ര തന്നിട്ടുണ്ട്? 12. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 36നെയും കൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങ് പുറത്തെടുക്കാം അല്ലേ? അതും ഒരു കോൺസ്റ്റന്റ് അല്ലയോ? സോ 36 ഇൻറ്റു പൈ ബൈ 3 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എച്ച് ക്യൂബ് ഈസ് ഈക്വൽ ടു 12. ഓക്കെ. ഓക്കെ. സോ 3യും 36ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. നമുക്ക് എത്ര കിട്ടും? 3 12 കിട്ടും അല്ലയോ? സോ 12 പൈ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എച്ച് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ? 3h സ്ക്വയർ ഇൻറ്റു എന്തുകൊണ്ട്? ഡി എച്ച് ബൈ ഡി ടി ഉണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര? 12 എന്ന് കിട്ടും. സോ 12ഉം ക്യാൻസൽ ചെയ്യാം നമുക്ക്. ഇനി ഡി എച്ച് ബൈ ഡി ടി ആയിരുന്നല്ലോ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഡി എച്ച് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എന്താ? ബാക്കിയുള്ളതിനെല്ലാം അപ്പുറം കൊണ്ടുപോകും. 1/3 പൈ എച്ച് സ്ക്വയർ. ഡി എച്ച് ബൈ ഡി ടി അറ്റ് h is equal to 4 ആണ് നമുക്ക് വേണ്ടത് അല്ലയോ? സോ എച്ചിന് എന്ത് കൊടുത്താൽ മതി? 4 കൊടുത്താൽ മതി. 3 പൈ ഇൻറ്റു 4 സ്ക്വയർ എത്ര കിട്ടും ആൻസർ? 1/16 ഇൻറ്റു 3 പൈ വിച്ച് ഈസ് ഈക്വൽ ടു 1/48 പൈ. സിമ്പിൾ അല്ലായിരുന്നോ? സിമ്പിൾ. അങ്ങനെയാണ്. ഇതാ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ ചോദിച്ചേക്കുന്നത്? ടോട്ടൽ കോസ്റ്റ്. നമ്മൾ പഠിച്ചായിരുന്നല്ലയോ? എക്സാമ്പിൾ വർക്ക്ഔട്ട് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടായിരുന്നല്ലയോ? മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂന്റെ ഒക്കെ പ്രോബ്ലംസ്. ഇതാ നോക്കിയാൽ സെയിം പ്രോബ്ലം. ദ ടോട്ടൽ കോസ്റ്റ് ഇൻ റുപ്പീസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് x യൂണിറ്റ്സ് ഓഫ് ആൻ ഐറ്റം ഈസ് ഗിവൺ ബൈ സി ഓഫ് x ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്. കോസ്റ്റ് എത്ര ആവും തന്നിട്ടുണ്ട്. മാർജിനൽ കോസ്റ്റ് എന്താണെന്നും മാർജിനൽ റവന്യൂ എന്താണെന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാ അല്ലേ? ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാ. ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി?
ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഡി സി ബൈ ഡി എച്ച് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എന്ത് ചെയ്യുക, അങ്ങ് ഡെറിവേറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നമ്മുടെ ഇക്വേഷൻ തന്നേക്കുന്നത് എക്സിലാണല്ലോ, ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ അങ്ങ് ഡെറിവേറ്റ് ചെയ്താൽ മതി, ആൻസർ ആയി. സോ ഡി സി ബൈ ഡി എക്സ് ചെയ്ത് നോക്ക്, എന്ത് കിട്ടും? 0.007 ഇൻറ്റു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² മൈനസ് 0.003 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 15x ഡെറിവേറ്റീവ് 15, 4000ത്തിന്റെ ഡെറിവേറ്റീവ് 0. ഓക്കെ ആണേ? ഓക്കെ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ മാർജിനൽ കോസ്റ്റ് വെൻ 17 യൂണിറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. അതായത് ഡി സി ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 17. ഓക്കെ, എക്സ് ഈക്വൽ ടു 17. കണ്ടോ, ഈ ഇക്വേഷനകത്ത് എക്സ് എന്താ മീൻ ചെയ്യുന്നത്? എക്സ് എന്താ മീൻ ചെയ്യുന്നത്? എത്ര യൂണിറ്റ് ആണ്, കണ്ടോ, എക്സ് യൂണിറ്റ്സ്, എത്ര യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മീൻ ചെയ്യുന്നത്. ഓക്കെ ആണേ? ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് വളരെ സിമ്പിൾ ആയി കണക്ക് ഈ പ്രോബ്ലംസ്. ഓക്കെ, സോ എക്സിന് എന്ത് കൊടുത്താൽ മതി? 17 കൊടുത്താൽ മതി. 0.007 ഇൻറ്റു 3 ഇൻറ്റു 17² മൈനസ് 0.003 ഇൻറ്റു 2 ഇൻറ്റു 17 പ്ലസ് 15 വിച്ച് ഈസ് ഈക്വൽ ടു, മക്കളെ ഇത് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും? 20.967 ആൻസർ കിട്ടും. 20.967. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലയോടാ, ഒന്നുമില്ല. മാർജിനൽ കോസ്റ്റോ മാർജിനൽ റവന്യൂ ഒക്കെയാ കാണാൻ ചോദിച്ചേക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എന്ത് ചെയ്താൽ മതി, അങ്ങ് ഡെറിവേറ്റ് ചെയ്താൽ മതി. ഇവിടെ സി ഓഫ് എക്സ് ആയതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റ് ചെയ്യുക. ഇനി സി ഓഫ് വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ ആ തന്നേക്കുന്നെങ്കിൽ, എക്സിന് പകരം ടി ആ തന്നേക്കുന്നത്, എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡെറിവേറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അങ്ങനെ എന്താ നോക്കിയേ, അടുത്തൊരു പ്രോബ്ലം നോക്കിയേ. താണ്ടെ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം. നമുക്ക് ടോട്ടൽ റവന്യൂ തന്നിട്ടുണ്ട്, നമുക്ക് മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കണം. മാർജിനൽ കോസ്റ്റ് ആയിക്കോട്ടെ, മാർജിനൽ റവന്യൂ ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റ് ചെയ്യും. ഓക്കെ, സോ ഡി ആർ ബൈ ഡി എക്സ് ചെയ്യും. നമ്മുടെ ഈ ആർ തന്നിട്ടുണ്ട് എത്ര? 13x² പ്ലസ് 26x പ്ലസ് 15. അങ്ങനെയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ അതിന്റെ ഡെറിവേറ്റ് ചെയ്യും. 13 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 26xന്റെ ഡെറിവേറ്റീവ് 26, 15ന്റെ ഡെറിവേറ്റീവ് 0. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡി ആർ ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 7 യൂണിറ്റ്സ് വിച്ച് ഈസ് ഈക്വൽ ടു, ആൻസർ എന്ത് കിട്ടും? എക്സിന് 7 കൊടുത്താൽ മതി. 13 ഇൻറ്റു 2 ഇൻറ്റു 7 പ്ലസ് 26. ആൻസർ എന്ത് കിട്ടും? ഇത് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? മക്കളെ ചെയ്തു നോക്ക്, ഇതിന്റെ ആൻസർ 208 എന്ന് കിട്ടും. എന്ത് കിട്ടും? 208. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. അങ്ങനെയാണ് ഏതാണ്ട് അടുത്ത ചോദ്യം എന്താ ചെയ്യുന്നത്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് ആർ. വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ്, റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താ? വിത്ത് റെസ്പെക്ട് ടു ആറിലാണ് ചെയ്യേണ്ടത്, വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ശരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡി എ ബൈ ഡി ആർ അറ്റ് ആർ ഈസിക്കൽ എത്ര പറഞ്ഞേക്കുന്നത്? 6. ആർ ഈസിക്കൽ ടു 6. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സർക്കിൾ ആണേ തന്നേക്കുന്നത്. സർക്കിളിന്റെ ഏരിയ എന്താ? ഏരിയ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി ആർ ഓഫ് പൈ ആർ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, ആൻസർ എന്ത് കിട്ടും? 2 പൈ ആർ. ഇനി ഡി എ ബൈ ഡി ആർ അറ്റ് ആർ ഈസ് ഈക്വൽ ടു 6. നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 പൈ ഇൻറ്റു ആറിന് പകരം എന്ത് കൊടുക്കുക? 6 കൊടുക്കുക. ആൻസർ എന്ത് കിട്ടും? 12 പൈ. ഭയങ്കര സിമ്പിൾ ആയിരുന്നു അല്ലേ? സിമിലർ പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സാമ്പിളിലും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നില്ലേ, ആ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിൽ വർക്ക്ഔട്ട് ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എവിടെ വരാൻ പോകുന്നത്? നമുക്ക് ഇവിടെ വരാൻ പോകുന്നത് എക്സസൈസിൽ അതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കിക്കോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ 6.1 എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. എന്തോ ചോദിച്ചിരിക്കുന്നത്? ടോട്ടൽ revenue in rupees received from the sale of x units of a product is given by, okay, r of x തന്നിട്ടുണ്ട് എത്ര? 3x² plus 36x plus 5 തന്നിട്ടുണ്ട്. മാർജിനൽ റവന്യൂ വെൻ x equal to 15. ഇത് ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന അതേ പ്രോബ്ലം തനിയെ ചെയ്തു നോക്ക്. എന്ത് ചെയ്താൽ മതി? ഡി ആർ ബൈ എക്സിലല്ലേ ഫംഗ്ഷൻ തന്നേക്കുന്നത്. സോ ഡി ആർ ബൈ ഡി എക്സ് ചെയ്യുക വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കാൻ ഡി ആർ ബൈ ഡി എക്സ് ചെയ്യുക. ആൻസർ എന്ത് കിട്ടും? ഡെറിവേറ്റീവ് 3 അതേപോലെ എഴുതി. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 36 പ്ലസ് 0. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി ആർ ബൈ ഡി എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 50 വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 ഇൻറ്റു എക്സിന് പകരം 15 കൊടുക്കുക പ്ലസ് 36 വിച്ച് ഈസ് ഈക്വൽ ടു, ആൻസർ എന്ത് കിട്ടും? 6 ഇൻറ്റു 15
പ്ലസ് 36 നമുക്ക് ചെയ്യുമ്പോൾ 126 എന്ന് കിട്ടും. 126. ഓക്കെ, സോ ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ. എളുപ്പമല്ലേ? എളുപ്പമാണ് ചെയ്യാൻ. ഓക്കെ, സോ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ ശരിക്കും കീമിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റിനോട് കൂടി നമ്മുടെ 6.1 എന്ന് പറയുന്ന എക്സസൈസ് ഇവിടെ കംപ്ലീറ്റ് ആയി. സോ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഹാപ്പി ലേണിംഗ്. ബൈ.